ഇനി നമുക്ക് ജ്യോതിബ ഫൂലെയുടെ ജാതിയെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഫൂലേസ് വ്യൂസ് ഓൺ കാസ്റ്റ് സിസ്റ്റം. ഇപ്പോൾ മഹാത്മാ ജ്യോതിറാവു ഗോവിന്ദറാവു ഫൂലെ ജ്യോതിബ ഫൂലെ എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നു. അദ്ദേഹം ഇന്ത്യ കണ്ട മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം ജാതി വിവേചനത്തിനെതിരായി സാമൂഹിക പോരാട്ടങ്ങൾ നയിച്ച ഏറ്റവും പ്രമുഖനായ ഒരു ഉത്തരേന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫൂലെ. 19ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഫൂലെ. ഫൂലെ മഹാരാഷ്ട്രയിലെ പൂന ജില്ലയിലാണ് ജനിച്ചത്. മാലി എന്ന ജാതി വിഭാഗത്തിൽ 1827 അദ്ദേഹം ജനിച്ചത്. വൃന്ദാവന പരിപാലനമായിരുന്നു അവരുടെ തൊഴിൽ. ഈ ജാതി ശൂദ്ര വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്. മറാത്തയിലെ കുംഭികളെക്കാളും താഴ്ന്ന ജാതിക്കാരായിരുന്നു മാലികൾ. അദ്ദേഹം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും ജാതി വിവേചനത്തിനും എതിരായി പ്രവർത്തിച്ചു. ഫൂലെ താഴ്ന്ന ജാതിയിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് കൂടുതലായി പ്രാധാന്യം നൽകി. ഈ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം 1848 താഴ്ന്ന ജാതിക്കാർക്കും അയിത്ത ജാതിക്കാരുമായ പെൺകുട്ടികൾക്കായി ഒരു ഗേൾസ് സ്കൂൾ ആരംഭിച്ചു. അവിടെ സ്ത്രീ അധ്യാപകരാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയായ സാവിത്രിബായി ഫൂലെയോട് അവരെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അവർ അത് സമ്മതിച്ചു. അങ്ങനെ അവരും ഈ ഫൂലെയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായി. അവർ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറായി. 1851 കൂടുതൽ ഗേൾസ് സ്കൂളുകൾ ആരംഭിച്ചു. 1852 അയിത്തജാതിക്കാർക്കായി ഒരു സ്കൂള് ആരംഭിച്ചു. ഫൂലെയുടെ ജീവിത വീക്ഷണം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ജാതി വ്യവസ്ഥ ഹിന്ദു മതത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ആശയത്തിലാണ്. ഹിന്ദു മതമാണ് ജാതി വ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന വിശ്വാസമാണ് ജ്യോതിറാവു ഫൂലെ വെച്ച് പുലർത്തുന്നത്. ശൂദ്രരുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നതിൻ്റെ പ്രഥമ കാരണം ബ്രാഹ്മണ മേധാവിത്വമാണ്. ഫൂലെ വാദിക്കുന്നത് ശൂദ്രരും അതിശൂദ്രരും തമ്മിലുള്ള വ്യത്യാസം ബ്രാഹ്മണരുടെ സൃഷ്ടിയാണ് എന്നാണ്. ഇത് തന്ത്രപരമായും ഒരു ശൂദ്രനും ആദിശൂദ്രനും തമ്മിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചു. ഫൂലെ തൻ്റെ ജീവിതം മുഴുവൻ ശൂദ്രരുടെയും ആദിശൂദ്രരുടെയും ക്ഷേമത്തിനായി സമർപ്പിച്ചു. അയിത്തജാതിക്കാരും മറ്റ് പിന്നോക്ക സമുദായക്കാരും അല്ലെങ്കിൽ മറ്റു പിന്നോക്ക സമുദായക്കാരെയും ആദിശൂദ്രരെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഫൂലെ കരുതിയിരുന്നത് ആര്യന്മാർ ബ്രാഹ്മണരും ക്ഷത്രിയർ ഇവിടുത്തെ യഥാർത്ഥ തദ്ദേശവാസികളുമാണ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ബ്രാഹ്മണർ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്. അതായത് ആര്യന്മാർ ഇറാനിൻ്റെ നിന്നാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയത്. അത് മധ്യ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്. അവർ ഗംഗാ നദീ തീരത്ത് കുടിയേറി പാർത്തു. ക്രമേണ അവർ ഇന്ത്യ മുഴുവനും വ്യാപിച്ചു. ബ്രാഹ്മണർ ഒരു പൗരോഹിത്യ വ്യവസ്ഥ സ്ഥാപിച്ചു. ഈ ഒരു വ്യവസ്ഥ ദ്രാവിഡരുടെ ഇടയിൽ നിലനിന്നിരുന്നതേ ഇല്ല. ബ്രാഹ്മണ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യമായിരുന്നത് ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥ ക്രമേണ അതൊരു സാമൂഹിക സ്ഥാപനമായിട്ട് മാറി. കുടുംബം, വിവാഹം, ബന്ധുത്വം എന്നൊക്കെ പറയുന്നത് പോലെ ജാതി വ്യവസ്ഥയും ഒരു സാമൂഹിക സ്ഥാപനം അഥവാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുകയായിരുന്നു. ഫൂലെയുടെ അഭിപ്രായത്തിൽ ആര്യന്മാരാണ് ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചത്. മധ്യ ഏഷ്യയിൽ നിന്ന് വന്നവർക്ക് പരമാധികാരം സ്ഥാപിക്കാൻ സാധ്യമാകുന്നതിനായി അവരുടെ ജീവിതക്ഷേമത്തിനുമായി അവർ തദ്ദേശീയരെ വേർതിരിച്ച് നിർത്തുന്നതിനായി ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചു. ഫൂലെയുടെ അഭിപ്രായത്തിൽ ആര്യൻ ഭട്ടാസ് ഇന്ത്യക്ക് പുറത്തു നിന്നും വന്നവരാണ്. ആര്യന്മാർ അല്ലെങ്കിൽ ഭട്ട ബ്രാഹ്മണർ ഇവർ ഇന്ത്യക്ക് പുറത്തു നിന്നും വന്നവരാണ്. അവർ ഇറാനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. ആര്യന്മാർ ഇന്ത്യയിൽ ഉത്ഭവിച്ച സമുദായമല്ല. ശൂദ്രരും ആദിശൂദ്രരും യഥാർത്ഥത്തിൽ ക്ഷത്രിയരാണ്. പക്ഷേ അവരെ ആര്യന്മാർ കീഴടക്കി. അതുകൊണ്ട് തന്നെ ക്ഷത്രിയരാണ് ഇവിടുത്തെ യഥാർത്ഥ തദ്ദേശവാസികൾ. ആര്യന്മാർക്ക് ഇന്ത്യ ഭരിക്കണമായിരുന്നു. അതിനായി അവർ തദ്ദേശീയ ജനതയെ തമ്മിൽ വിഭജിച്ചു. ഈ വിഭജനം തദ്ദേശീയരുടെ അവരുടെ സേവനങ്ങൾക്ക് അനുകൂലമായി ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതായത് മറ്റു സാമുദായിക വിഭാഗങ്ങളുടെ ഒരു സേവനവും പരസ്പര ആശ്രിതത്വം ഉറപ്പിക്കണമെന്ന ചിന്തയായിരുന്നു. തദ്ദേശീയരായ ജനതയെ നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ഹിന്ദുമത ദൈവശാസ്ത്രം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഹിന്ദുമത ദൈവശാസ്ത്രത്തിൻ്റെയും ഒരു ഉപോൽപ്പന്നമായിട്ടാണ് ജാതി സമ്പ്രദായം ഉടലെടുത്തത്. അയിത്തം എന്ന അനാചാരം സൃഷ്ടിച്ചതും ആര്യന്മാർ തന്നെയാണ്. അയിത്തം ആര്യന്മാരുടെ സൃഷ്ടിയാണ് എന്നാണ് ജ്യോതിറാവു ഫൂലെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിലെ ഹിന്ദുമതത്തിലെ അയിത്തജാതിക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും അയിത്തത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഫൂലെ വിശദമായ പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മണ മേധാവിത്വമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ
ജീവിത അടിമത്തത്തിൻ്റെ പ്രധാന കാരണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മണരുടെ ഉയർന്ന അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും പാരിതോഷികങ്ങളും ബ്രാഹ്മണരുടെ ജീവിതം ആനന്ദകരമാക്കുകയും എളുപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ അതേസമയം ശൂദ്രരുടെയും ആദിശൂദ്രരുടെയും ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയും ചെയ്തു. അവർ ഏറ്റവും വെറുക്കപ്പെട്ടവരും സാധാരണ മാനുഷിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവരുമായി മാറി. അവരുടെ സ്പർശനം, അവരുടെ നിഴൽ പോലും തങ്ങളുടെ മേൽ പതിച്ചാൽ അത് അയിത്തമാകും എന്ന സ്ഥിതി സംജാതമായി. 1873 ഫൂലെ ഗുലാംഗിരി എന്ന കൃതി രചിച്ചു. ഈ ഗുലാംഗിരി എന്ന പദത്തിൻ്റെ അർത്ഥം അടിമത്തം എന്നാണ്. ജാതി വ്യവസ്ഥയെ തകർക്കണമെന്നതായിരുന്നു ഫൂലെയുടെ ആഗ്രഹം. ജാതീയമായ യാതൊരു വിധത്തിലുള്ള അസമത്വവും തോടും പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിൽട്രേഷൻ തിയറി ഓഫ് എഡ്യൂക്കേഷൻ എന്ന ആശയത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. ഫിൽട്രേഷൻ തിയറി ഓഫ് എഡ്യൂക്കേഷൻ എന്ന ആശയത്തെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം, എല്ലാവർക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ ജ്യോതിറാവു ഗോവിന്ദറാവു ഫൂലെ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നതും ഫൂലെ ആയിരുന്നു. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിനായി സമരം ചെയ്തു. ആര്യബ്രാഹ്മണരുടെ ശൂദ്രരോടുള്ള മനോഭാവം തുറന്നു കാണിക്കാൻ ഫൂലെ എപ്പോഴും പ്രയത്നിച്ചു. ബ്രാഹ്മണർ ശുദ്ധി അശുദ്ധി നിയമങ്ങൾ പലപ്പോഴും പാലിച്ചിരുന്നില്ല എങ്കിലും ബ്രിട്ടീഷുകാരുമായും മുസ്ലിങ്ങളുമായും സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ പ്രത്യേകിച്ചും അവർ ജാതി നിയമങ്ങളൊന്നും തന്നെ പാലിച്ചിരുന്നില്ല. എന്നാൽ താഴ്ന്ന ജാതിക്കാരോട് ജാതി വിവേചനം അയിത്തവും പ്രകടിപ്പിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിരുന്നില്ല. ഫൂലെയുടെ വീക്ഷണത്തിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഉത്തരവാദി ഹിന്ദുമതമാണ്. അതിനെ മതഗ്രന്ഥങ്ങളെയും മിത്തുകളെയും കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ പിന്തുണ കൂടി ഉണ്ടായതോടുകൂടി ദീർഘകാലമായി ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നിലനിർത്താനും സംരക്ഷിച്ചു കൊണ്ടുപോകാനും സാധിച്ചു. ആര്യന്മാരും അനാര്യന്മാരും തമ്മിലുള്ള വംശീയമായ സംഘർഷത്തിൻ്റെ ഫലമായിട്ടാണ് ജാതി വ്യവസ്ഥ ഉണ്ടായതെന്നാണ് ഫൂലെ കരുതുന്നത്. ഫൂലെയുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്.